ആവാസ് ഉർദു ഫൗണ്ടേഷൻ്റെ രണ്ടാം ദിവസത്തെ പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മൊബൈൽ ആപ്പിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. നമുക്ക് ഉറുദുവിലും മറ്റും പോസ്റ്ററുകൾ, ഉറുദു കാർഡുകൾ, മറ്റു ബാനറുകളൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്പാണ് ഫോട്ടെക്സ്. ആദ്യം നമുക്കിതിനെ പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഫോട്ടെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഈ കാണുന്ന ഐക്കണുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. എൻ്റെ ഫോണിൽ നേരത്തെ ഇത് ഡൗൺലോഡാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടെക്സ് എന്ന ഈ ഐക്കണുള്ള ആപ്പ് ക്ലിക്ക് ചെയ്ത് തുറക്കണം. തുറന്നു വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു സ്ക്രീന് ഇങ്ങനെയുള്ളതായിരിക്കും. ഇതിൽ ഏറ്റവും അവസാനത്തിൽ 5 ഐക്കണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും നടുവിലുള്ള ഫോട്ടെക്സിൻ്റെ ഐക്കണുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ തുറന്നു വരുന്ന ഈ ഒരു ജാലകത്തിലാണ് നമ്മൾ ബാനറിൻ്റെയും പോസ്റ്ററിൻ്റെയും ഒക്കെ മാതൃകകൾ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ 3 ഓപ്ഷൻ മെനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തത് ഒരു ഇമേജിൻ്റെ ആകൃതിയിലുള്ള ഐക്കൺ. അതിൽ പെയിൻ ആൻഡ് സിംഗിൾ ബാക്ക്ഗ്രൗണ്ടിലെ കളറ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ളതാണ്. ടെംപ്ലേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഏത് ഡിസൈനിലുള്ളതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ശരി ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഡിസൈൻ നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള രണ്ടാമത്തെ ഓപ്ഷൻ, ഈ ഒരു വൈറ്റ് പ്രതലത്തിൽ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്യാലറി, ആഡ് ഇമേജ്, ഫ്രെയിം, സ്റ്റിക്കർ, ഓൺലൈൻ ഫ്രെയിം തുടങ്ങിയ കുറേ ഓപ്ഷനുകൾ കാണാം. ഇതിൽ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഫോണിലുള്ള ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഫ്രെയിം, ഇതിന് ചുറ്റും ബാക്ക്ഗ്രൗണ്ടിന് ചുറ്റും മറ്റൊരു ഫ്രെയിം കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സ്റ്റിക്കർ കൊടുക്കാം. ഓൺലൈനായിട്ട് ഫ്രെയിം ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്കൊരു ഫ്രെയിം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫ്രെയിം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഫ്രെയിമുകളും കാണാം. ഇതിൽ അനുയോജ്യമായ ഒരു ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ടിക്ക് മാർക്ക് ശരി ടിക്ക് ചെയ്യുമ്പോൾ ആ ഫ്രെയിം നമ്മൾ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിതിൽ ടൈപ്പ് ചെയ്യാനാണ്, ടെക്സ്റ്റ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ്. തൊട്ടടുത്ത് മൂന്നാമത്തെ ഒരു പെൻസിൽ മാതൃകയിലുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതോടു കൂടിയാണ്, ക്ലിക്ക് ചെയ്യുന്നതോടു കൂടിയാണ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നിലവിൽ ഇംഗ്ലീഷിലാണ് കീബോർഡ് കാണുന്നത്. ഏത് ഭാഷയിലും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഫോട്ടെക്സിൻ്റെ ഒരു പ്രത്യേകത. ഏറ്റവും അടിയിൽ 1, 2, 3 എന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഈ നീല ഗ്ലോബ് ആകൃതിയിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ലാംഗ്വേജുകൾ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഉറുദു ആണ് വേണ്ടതെങ്കിൽ ഇവിടെ ഉള്ള ഉറുദു ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കീബോർഡ് ഉറുദുവിലായിട്ടുണ്ടാവും. നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഖുശാംദീദ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡൺ എന്നിവിടെ കാണുന്ന ക്യാൻസൽ ഡണ്ണ്, ഈ ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ ചെയ്ത സ്ക്രീനിലേക്ക്, സെറ്റ് ചെയ്ത സ്ക്രീനിലേക്ക് ഈ ലെറ്റർ ആഡ് ആവുന്നത്. ഇനി നമുക്കിതിനെ, ഈ ലെറ്റർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലെറ്ററിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ ലെറ്ററിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു ചതുരത്തിലുള്ളൊരു ബോക്സും ഇടതുവശത്ത് 3 നീല ലൈനുകളും കാണാം. ഈ നീല ലൈനുകളിൽ ക്ലിക്ക് ചെയ്യുമ്പം ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. എഡിറ്റ്, കളറ്, ഫോണ്ട്, സൈസ്, റൊട്ടേറ്റ്, സ്പേസ്. അതെല്ലാം കളർ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ നമ്മൾ കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കളർ ബോക്സ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്കൊരു കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ചുവപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഈ ലെറ്ററിൻ്റെ കളർ ചുവപ്പായി. ഇനി നമുക്ക് ഈ കളർ തന്നെ അതിൻ്റെ
ബാക്ക്ഗ്രൗണ്ട് അതുപോലെ ഈ ടെക്സ്റ്റ് കളർ എന്നുള്ള വെള്ള പ്രതലത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട്, ഷാഡോ കളറ്, സ്ട്രോക്ക് കളറ് കാണാം. നമുക്കിതിന് സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ ഈ സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യുക. ഏത് കളറാണോ സ്ട്രോക്ക് കൊടുക്കേണ്ടത് ആ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു കളറ് സെലക്ട് ചെയ്യുന്നു, ബ്ലാക്ക്. എന്നിട്ട് സ്ട്രോക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈ 4 ബാറിൻ്റെ അടിയിലുള്ള സ്ട്രോക്ക് എന്ന് എഴുതിയ ഈ ലൈനിലെ ബട്ടൺ വലുതാക്കുന്നതിനനുസരിച്ചിട്ട് സ്ട്രോക്ക് കൂടും, ചെറുതാക്കുന്നതിനനുസരിച്ച് സ്ട്രോക്ക് കുറയും. നമുക്ക് എത്രയാണോ സ്ട്രോക്ക് വേണ്ടത് അത്രയും നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം ഈ ക്യാൻസൽ ഡണ്ണ് എന്നുള്ള ഡൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രോക്കും കളറും അതിന് എഫക്റ്റ് ആവും. ഇനി നമുക്കിതിനെ ഈ ലെറ്ററിനെ വലുതാക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ആ ലെറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ നീല 3 വരയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സൈസ് എന്ന് കാണാം. ഈ സൈസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഒരു നീല ബട്ടണിനുള്ള ലൈന് കാണാൻ സാധിക്കും. ഈ നീല ലൈനിൽ ക്ലിക്ക് ചെയ്ത് വലിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് വലുതാവും, ഇടത്തോട്ട് വലിക്കുന്നതിനനുസരിച്ചിട്ട് ചെറുതാവും. അപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു വലിപ്പം കൊടുത്തിട്ട് എന്നിട്ട് ഇത് കുറച്ച് ഭാഗം ഹൈഡായിട്ടുണ്ടാവും. അത് നേരെയാക്കാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ലെറ്ററിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ചതുരത്തിലുള്ള ബോക്സ് എവിടെയാണോ ഉള്ളത് അവിടെയാണ് ലെറ്റർ ഉണ്ടാവുക. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ബോക്സ് ഒന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ ആ ലെറ്റർ നമുക്ക് വ്യൂ ആയി കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇടത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇടത്തോട്ട് ആ ബോക്സിനുള്ളിൽ നമ്മളെ ലെറ്റർ ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിനെ ഏത് ഭാഗത്തേക്കും നീക്കിയിട്ട് കൊണ്ടുവെക്കാനും സാധിക്കും. നമ്മളിതിൻ്റെ ഏകദേശം സെൻറ്ററിൽ മുകൾ ഭാഗത്ത് വെച്ചു. ഇനി നമുക്കിതിൽ ഒരു ഇംഗ്ലീഷ് ലെറ്ററും കൂടി ഒരു സെൻറ്റൻസും കൂടി ആഡ് ചെയ്യണം. അതിന് വേണ്ടി വീണ്ടും നേരത്തെ പോയ പെൻസിലാകൃതിയിലുള്ള ടെക്സ്റ്റ്, 3ാമത്തെ ഈ ടെക്സ്റ്റിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ കീബോർഡ് ഉറുദുവിലാണുള്ളത്, അത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ നേരത്തെ ചെയ്തതുപോലെ ഈ ഗ്ലോബ് ആകൃതിയിലുള്ള സാധനം ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യുന്നു. വെൽക്കം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വെൽക്കം നമ്മളെ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബോക്സ് അല്പം വലുതാക്കി കൊടുക്കാം. എന്നിട്ട് ഈ നീല 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന സൈസിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫോണ്ട് വലുതാവും. ഇനി ഇതിന് വീണ്ടും ക്ലിക്ക് ചെയ്ത് ഓപ്ഷനിൽ കാണുന്ന സ്റ്റൈല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് ആക്കാൻ പറ്റും. ബോൾഡായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കളർ നൽകണം. കളർ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ 2ാമത്തെ ഓപ്ഷനായ കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. അനുയോജ്യമായ കളർ സെലക്ട് ചെയ്യുന്നു. സ്ട്രോക്ക് നൽകണമെങ്കിൽ സ്ട്രോക്ക് നൽകുന്നു. സ്ട്രോക്ക് എന്നുള്ള ഈ ലൈൻ വലിക്കുന്നതിനനുസരിച്ചിട്ട് സ്ട്രോക്ക് കൂടുന്നു. ഡൺ ക്ലിക്ക് ചെയ്യുന്നു. സ്ട്രോക്കായി. ഇനി നമുക്കിതിൽ ഒരു ചിത്രം ഇൻസേർട്ട് ചെയ്യണം. അതിനുവേണ്ടി മുകളിലുള്ള ഈ നടുവിലുള്ള 2ാമത്തെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്യാലറി എന്ന് കാണാൻ സാധിക്കും. ഗ്യാലറി ക്ലിക്ക് ചെയ്യുന്നു. ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളെ ഫോണിലുള്ള ഫോട്ടോ ഗ്യാലറിയിൽ സെലക്ട് ചെയ്യുന്നു. എവിടെയാണോ നമ്മൾ ഫോട്ടോ ഉള്ളത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഫോട്ടോയും നമുക്കിതിലേക്ക് ഫോട്ടോയുടെ ഷേപ്പും ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ ഇടതുവശത്ത് ഷേപ്പ് ഹാൻഡ് ക്രോപ്പ് കാണാം. ഇതിൽ ഷേപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ ഏത് ഷേപ്പിലാണോ വേണ്ടത് അത് നമുക്ക് ആ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കും. നമുക്കിവിടെ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട്. റൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫോട്ടോ റൗണ്ട് ആകൃതിയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആ ഫോട്ടോ റൗണ്ടിൽ നൽകുന്നു. അനുയോജ്യമായ വലിപ്പം ക്രമീകരിക്കുന്നു. അപ്പോൾ ഏത് രീതിയിലുള്ള ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് എടുത്തിട്ട് നമുക്കിവിടെ ഷേപ്പ് അറേഞ്ച് ചെയ്തതിന് ശേഷം മുകളിലുള്ള ഈ ശരി മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ
ആ ഒരു ഷേപ്പിൽ നമ്മുടെ ഫോട്ടോ ക്രോപ്പ് ആയിട്ടുണ്ടാവും. വീണ്ടും യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ നമ്മുടെ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവെക്കാം. അപ്പോൾ ഫോട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോയിൽ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണാം. ഒന്ന് ഇടതുവശത്തുള്ളത് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തെ നടുവിലുള്ളത് ആരോ മാർക്ക് വലുതാക്കാനും ചെറുതാക്കാനുള്ളതാണ്. ഏത് ഷേപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ ചെറുതാക്കാൻ സാധിക്കും. അടുത്തത് മുകളിലുള്ള ചിലപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ അടിയിലേക്ക് ഫോട്ടോ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ മുകളിൽ ടെക്സ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഈ മുകളിലുള്ള ഈ ഒരു നീല 3 ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിലേറ്റവും ആദ്യത്തിലുള്ള ബാക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഫോട്ടോ പിന്നെ ടെക്സ്റ്റിൻ്റെ അടിയിലേക്ക് പോകും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫോട്ടോ ഇതിലേക്ക് കൊടുക്കുന്നു. ഇനി നമുക്കിതിൽ ഒരു സ്റ്റിക്കറിൻ്റെ മുകളിൽ മറ്റൊരു പേര് ടൈപ്പ് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട മുകളിലുള്ള ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്കർ എന്ന് കാണാം. സ്റ്റിക്കർ നമുക്ക് ഓൺലൈനായിട്ടും സ്റ്റിക്കർ എടുക്കാം, അല്ല ഓൾറെഡി ഇതിലുള്ള സ്റ്റിക്കറും സെലക്ട് ചെയ്യാം. ഇതിലുള്ള സ്റ്റിക്കർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റിക്കർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ഒരുപാട് സ്റ്റിക്കറുകൾ കാണാൻ സാധിക്കും. മുകളിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അനുയോജ്യമായ സ്റ്റിക്കറുകളൊക്കെ വരാം. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ആ സ്റ്റിക്കർ ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റിക്കർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്നിട്ട് തൊട്ട് മുകളിലുള്ള ഈ ശരി മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റിക്കർ നമ്മുടെ സ്ക്രീനിലേക്ക് വരും. ഇത് സ്റ്റിക്കറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ കാണുന്ന ഈ ഒരു ആരോ മാർക്ക് വലിച്ചിട്ട് സ്റ്റിക്കറിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ സാധിക്കും. അത് നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് കൊണ്ടുവെക്കാം. ഇനി സ്റ്റിക്കറിൽ നമുക്കൊരു ടെക്സ്റ്റ് കൊണ്ടുവരാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പെൻസിൽ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ ടെക്സ്റ്റിനെ വലിച്ചിട്ട് ഫ്രെയിമിൻ്റെ ഈ സ്റ്റിക്കറിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുന്നു. വീണ്ടും നമുക്ക് നീല ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ സൈസ് വലുതാക്കുന്നു. ഇതിന് ബോൾഡ് ആക്കണമെങ്കിൽ സ്റ്റൈലിൽ പോയിട്ട് ബോൾഡ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഈ ആവാസ് ഉറുദുവിൻ്റെയും ഫൗണ്ടേഷൻ്റെയും വരികൾക്കിടയിലുള്ള ഗ്യാപ്പ് ചെറുതാക്കാൻ ആ നീല ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്പേസ് എന്ന് കാണാം. ഇവിടെ ഇത് നീക്കിക്കഴിഞ്ഞാൽ സ്പേസ് കാണും. സ്പേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ലെറ്ററിൻ്റെ സ്പേസ് ആണോ ലൈൻ്റെ സ്പേസ് ആണോ ചോദിക്കുന്നുണ്ട്. ലൈൻ്റെ സ്പേസ് ആണെങ്കിൽ ലൈൻ്റെ സ്പേസിൻ്റെ ഈ നീല ക്ലിക്ക് ചെയ്തിട്ട് വലുതാക്കുന്നതനുസരിച്ച് കൂടും, ചെറുതാക്കുന്നതനുസരിച്ച് കൂടും. എത്രയാണോ വേണ്ടത് ആ രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്കതിന് കളർ നൽകുന്നതിന് വേണ്ടിയിട്ട് നീല ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്യുന്നു. ഇതിൽ നിന്നും നമുക്ക് ഏതാണോ വേണ്ടത് ആ കളർ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഡൺ ചെയ്യുന്നു. ഇത്രയും ആയ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ ഉറുദുവിലും ഇംഗ്ലീഷിലും കൂടി ഇമേജ് ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു സിമ്പിൾ പോസ്റ്റർ. ഇതുപോലെ പല പോസ്റ്ററുകളും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഓപ്ഷനുകളും പരിചയപ്പെടാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ 3 സേവ്, ഷെയർ, അപ്ലോഡ് ഓപ്ഷനുകളുണ്ട്. ഇതിനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടെക്സിലേക്ക് തന്നെ ഇതിനെ അപ്ലോഡ് ചെയ്ത് നോക്കുകയാണ്. പിന്നീട് ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് കണക്ഷന് വേണ്ടി വരും. നെറ്റ് കണക്ഷൻ ഓൺ ആക്കിയതിന് ശേഷം അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു തയ്യാറാക്കിയ പോസ്റ്റർ നമ്മളെ ഫോട്ടെക്സിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്ലോഡ് ആയതിന് ശേഷം നമുക്കിതിനെ ഷെയർ ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 കുത്ത്, താഴോട്ടുള്ള 3 കുത്ത് ഈ കുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ എന്ന ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഷെയർ വാട്സപ്പോ ഏതിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് ഓപ്ഷൻ കാണാം. അത് ഫോട്ടോ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഈ ഒരു ചെറിയ പോസ്റ്ററിൻ്റെ നിർമ്മാണ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ, താങ്ക് യു.